Hello, good morning all. Welcome to our new topic. Today's our topic is career opportunities in tourism industry. Career opportunities in tourism industry. We know tourism industry provide lot of job opportunities. Tourism helps in employment generation. It created jobs in various industries like hotel industry, service industry, entertainment industry, transportation industry, travel and tourism industry, airline industry and many more. അപ്പം ആ ഒരു എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൂറിസം ഇൻഡസ്ട്രിയിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഒരു ടൂറിസം ഇൻഡസ്ട്രി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ ഈ പറയുന്ന എല്ലാ ഇൻഡസ്ട്രീസിൻ്റെയും ഹെൽപ്പ് വേണം. നമുക്കറിയാം ഹോട്ടൽസ് വേണം, റിസോർട്ട്സ് വേണം, എയർലൈൻസ് വേണം, ട്രെയിൻ വേണം, ബസ്, കാറ്, പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ഇൻഡസ്ട്രിയിലും നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇതെല്ലാം ടൂറിസം ഇൻഡസ്ട്രിയും കൂടെ ഓഫർ ചെയ്യുന്ന ജോബ്സാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇൻഡസ്ട്രിയിലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ജോബാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ പറയുന്ന ഇൻഡസ്ട്രി ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ്. അപ്പോൾ ഈ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രൈമറി അക്കോമഡേഷൻ ഇൻഡസ്ട്രിയാണ്. അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട് ഓരോ ഹോട്ടൽസിൻ്റെ അകത്തായാലും. ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഹൗസ് കീപ്പിംഗ്, ഫ്രണ്ട് ഓഫീസ്, ഹ്യൂമൻ റിസോഴ്സ്, IT, മാർക്കറ്റിംഗ്, അഡ്മിനിസ്ട്രേഷൻ, അക്കൗണ്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സെക്യൂരിറ്റി, എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഈ ഫ്രണ്ട് ഓഫീസിൻ്റെ അകത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബ്സ് വരുന്നുണ്ട്. അതായത് ഫ്രണ്ട് ഓഫീസ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും, അതിൽ തന്നെ നമുക്ക് റിസർവേഷൻ സ്റ്റാഫ് ഉണ്ടായിരിക്കും, പിന്നെ ബെൽ ബോയ്സ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. ഫ്രണ്ട് ഓഫീസ് മാനേജർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ്, ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ജോബ്സാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിൻ്റെ വേറൊരു സബ് സെൻ്ററാണ് റിസർവേഷൻ്റെ അകത്ത് റിസർവേഷൻ മാനേജർ, റിസർവേഷൻ അസിസ്റ്റൻറ്റ്, റിസർവേഷൻ എക്സിക്യൂട്ടീവ്സ്. അതുപോലെ തന്നെ വരുന്നതാണ് ബെൽ ഡെസ്കിൻ്റെ അകത്ത് ബെൽ ബോയ്സ് ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഫുൾ ക്ലീനിങ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫുൾ റെസ്പോൺസിബിലിറ്റി, അതിന് വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവർക്കാണ്. അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് മാനേജർ ഉണ്ട്, ഹൗസ് കീപ്പിംഗ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. പിന്നെ അവരുടെ ഓരോ സെക്ഷൻ്റെ ലോണ്ടറി സൂപ്പർവൈസർ, ഫ്ലോർ മാനേജേഴ്സ്, ഫ്ലോർ എക്സിക്യൂട്ടീവ്സ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ്, ഡൈനിങ് ഏരിയ പ്ലസ് കിച്ചൺ, ഇത്രയും വരുന്നതാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഷെഫ്, പിന്നെ ഓരോ സ്പെഷ്യലൈസ് ചെയ്ത ഷെഫ്സ് ഉണ്ടായിരിക്കും, ബേക്കർ, പേസ്ട്രി മേക്കർ, ബാരിസ്റ്റ, പിന്നെ ബാർടെൻഡർ, ഫ്രൈ കുക്ക്, അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് നെയിമുകളുണ്ട് അവർക്ക്. ഈ ബാരിസ്റ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ട് ഡ്രിങ്ക്സ് ആയ കോഫി, ടീ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരനെയാണ് ബാരിസ്റ്റ എന്ന് പറയുന്നത്. ബാർടെൻഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറിൻ്റെ അകത്തുള്ള കോക്ടെയിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു വ്യക്തികളെയാണ് നമ്മൾ ബാർടെൻഡർ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻജിനീയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ ഒരു ഹോട്ടലിൻ്റേതായിട്ടുള്ള എല്ലാ എൻജിനീയറിംഗ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലിൻ്റേതായ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, IT, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെയെല്ലാം നമുക്ക് ഹോട്ടൽസിലും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരു ഇൻഡസ്ട്രിയാണ് എയർലൈൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ്, ഇൻഫ്ലൈറ്റ് സ്റ്റാഫ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്റ്റാഫ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, IT, അഡ്മിനിസ്ട്രേഷൻ,
അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു ട്രാവലർ എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് മുതൽ ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ അവിടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. നമ്മുടെ ബാഗേജ് ക്ലിയറൻസ് കാര്യങ്ങൾ, സെക്യൂരിറ്റി ചെക്കിന്, പിന്നെ നമ്മുടെ കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് അതിൻ്റേതായ ക്വാളിഫിക്കേഷനും ഡിഗ്രിയും ഒക്കെ ഉള്ള ആൾക്കാർ ഓഫീസേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൈലറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ കോ പൈലറ്റ് ഉണ്ടാവും, പിന്നെ നമ്മുടെ എയർ ഹോസ്റ്റസ് ഉണ്ടാവും. അവരെ ഇൻഫ്ലൈറ്റ് സ്റ്റാഫ്സ് എന്നാണ് പറയുക. ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള സ്റ്റാഫ്സ്, ഫ്ലൈറ്റിൻ്റെ പുറത്തുള്ള സ്റ്റാഫ്സിനാണ് നമ്മൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫ്സ് എന്ന് പറയുന്നത്, അതായത് എയർപോർട്ടിലുള്ള ആൾക്കാരെ. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് ഓരോ എയർലൈൻസിനും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, IT ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് അതിൻ്റേതായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേഷൻ. അത് ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേഷനിൽ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ട്രാവൽ ഏജൻസിയുടെയും ടൂർ ഓപ്പറേഷൻ്റെയൊക്കെ ടൈപ്സ്, അതിൻ്റെ ഫങ്ഷൻസൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതേപോലെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതായത് ട്രാവൽ ഏജൻ്റായിട്ടും, ടൂറിസം മാനേജർ, ട്രാവൽ ഓഫീസർ, ട്രാവൽ ഏജൻസി കോർഡിനേറ്റർ, ട്രാവൽ കൗൺസിലർ, ട്രാവൽ കൺസൾട്ടൻറ്റ്, ടൂറിസ്റ്റ് ഗൈഡ്, ട്രാൻസ്പോർട്ട് ഓഫീസർ, റിസർവേഷൻ മാനേജർ, അങ്ങനെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേഷൻ വഴിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ടൂറിസം എഡ്യൂക്കേഷൻ. ടൂറിസം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരാളാണ് ടൂറിസം ടീച്ചർ, അല്ലേ? നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ അവിടെ എന്തായാലും ടീച്ചേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ടൂറിസം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരിക്കും, ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കും, ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഈ ടൂറിസം ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന UG ആൻഡ് PG കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് ഉണ്ടായിരിക്കും. അവിടെയൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാരാണ് ടൂറിസം ടീച്ചേഴ്സ്. അപ്പോൾ ഈ ടൂറിസം എഡ്യൂക്കേഷനിലും ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ടൂറിസം ഇൻഡസ്ട്രിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ ഇതൊന്നും അല്ലാതെ നമുക്കിപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസും കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് ഒന്ന് പറയാം. അതായത് സ്വന്തമായിട്ടുള്ള ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേഷൻ ബിസിനസ് അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ കൂടി നമുക്ക് ടൂറിസം ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു മേഖലയാണ് ഒരു ടൂറിസം ഫോട്ടോഗ്രാഫി. അതായത് ഫോട്ടോഗ്രാഫി സ്കില്ലുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു ഏരിയയാണ് ടൂറിസം ഫോട്ടോഗ്രാഫി. അതേപോലെ നിങ്ങൾ നന്നായി എഴുതുന്ന ആൾക്കാരാണെങ്കിൽ, ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, എഴുതാൻ സാഹിത്യപരമായിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ടൂറിസം റൈറ്റേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റിംഗ്. അതായത് ട്രാവൽ വീഡിയോസ്, ട്രാവൽ ബ്ലോഗേഴ്സ് ആ ഒരു രീതിയിൽ നമുക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. അതായത് ഹോട്ടൽസിലും റിസോർട്ട്സിലും നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവിടെ നമുക്ക് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ എയർലൈൻസിലും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവിടെയും നമുക്ക് ഓരോ നമ്മുടെ സ്കിൽ അനുസരിച്ചുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ഏജൻസി ആൻഡ് ടൂർ ഓപ്പറേഷൻ ആണെങ്കിലും അവിടെയും കുറേ സെക്ഷൻസ് വരുന്നുണ്ട്. അവിടെയും നമ്മുടെയൊക്കെ സ്കില്ലിനനുസരിച്ചുള്ള ജോബ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടൂറിസം എഡ്യൂക്കേഷൻ, അതൊന്നും പോരാതെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ട്രാവൽ റൈറ്റിങ്സ് അല്ലെങ്കിൽ ടൂറിസം ഫോട്ടോഗ്രാഫി, ട്രാവൽ വ്ളോഗേഴ്സ് ആ ഒരു രീതിയിലും നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടൂറിസം ഇൻഡസ്ട്രി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് ടൈപ്സ് ഓഫ് ജോബ്സ് അല്ലെങ്കിൽ വേരിയസ് ടൈപ്സ് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം നമ്മുടെ സ്കില്ലനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് എത്തിപ്പെടാവുന്ന ജോബ്സിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, വളരെ കാച്ചിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട്